ശ്രീ പി കെ നവാസ്, ലീഗിനെ സംബന്ധിച്ചും ഞാൻ അതാണ് കേട്ടത്. പി വി അൻവർ UDF-ലേക്ക് വന്നോട്ടെ, പക്ഷേ ലീഗിലേക്ക് വേണ്ട. അങ്ങനെ ലീഗിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നക്കാരനാണ് പി വി അൻവർ എന്നുള്ളൊരു ബോധ്യം അല്ലെങ്കിൽ ഒരു ബോധം നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് അങ്ങനെ പാർട്ടിയിലേക്ക് വേണ്ട, മുന്നണിയിലേക്ക് പോന്നോട്ടെ, പി വി അൻവർ കൊണ്ടുവരുന്ന വോട്ടും പോന്നോട്ടെ എന്നതാണ് ലീഗിൻ്റെ നിലപാടെന്ന് കേൾക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനകീയ യാത്രയിൽ വന്നിരിക്കുന്ന പേരുകളിൽ എടക്കരയിൽ ഉദ്ഘാടനം ഈട്ടിയാണ് എന്നാണ് ഫോട്ടോ സഹിതം പോസ്റ്റർ വന്നിരിക്കുന്നത്. തിരുവമ്പാടിയിൽ ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് കാസിം പങ്കെടുക്കുന്നു എന്നാണ് പറയുന്നത്. ഇതൊരു പ്രധാനപ്പെട്ട വിഷയം ഉന്നയിച്ചുകൊണ്ട് യാത്ര തന്നെയാണല്ലോ. അപ്പോൾ ആ യാത്രയിൽ ലീഗ് എടുക്കുന്ന നിലപാട് എന്താണ്? ഇപ്പോൾ കോൺഗ്രസ് നിലപാട് ഇപ്പോൾ ശ്രീ കെ സുധാകരൻ പറഞ്ഞു കഴിഞ്ഞു. മുസ്ലിം ലീഗ് പാർട്ടി ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ നിലപാട് പാർട്ടി സംസ്ഥാന നേതൃത്വം അത് പ്രഖ്യാപിക്കപ്പെടും. ഞാനിപ്പോൾ സ്മൃതിയോട് പറയാൻ ആഗ്രഹിക്കുന്നത്, കേരളത്തിൽ പി വി അൻവർ MLA എന്ന് മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾ ഒന്നടക്കം ഈ സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ വിവിധ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് രാഷ്ട്രീയ പാർട്ടികളുണ്ട്, സാമുദായിക സംഘടനകളുണ്ട്, സാംസ്കാരിക സംഘടനകളൊക്കെ ഉണ്ട്. ഞങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസം കേരളത്തിലെ മുസ്ലിം സമുദായ സംഘടനകൾ മുഴുവൻ ഈ ഗവൺമെൻറ് നിലപാടുകൾക്കെതിരെ പരസ്യമായി രംഗത്ത് വരികയും അവരുടെ മുഖപത്രങ്ങൾ ലേഖനം എഴുതുകയും ചെയ്യുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ഈ സർക്കാരിനെതിരെ വിവിധ മേഖലയിൽ നിന്ന് വലിയ രൂപത്തിലുള്ള ജനവിരുദ്ധത ഉയർന്നു വരുന്നുണ്ട്. പി വി അൻവർ MLA അദ്ദേഹത്തിൻ്റെതായ രൂപത്തിലേക്ക് ഒരു ഇടപെടൽ നടത്തുന്നു എന്നതിനപ്പുറത്തേക്ക് അതിനെ കാണേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. സ്വാഭാവികമായി പ്രതിപക്ഷം എന്ന രീതിയിൽ ഞങ്ങൾ അതിനെ നോക്കിക്കാണുന്നത്, ഈ സർക്കാരിനെതിരെ ഉയർന്നു വരുന്ന ജനകീയ സമരങ്ങളെ സ്വാഭാവികമായി വളരെ പോസിറ്റീവായി ഞങ്ങൾ നോക്കിക്കാണുന്നു. ഞങ്ങളതിൽ നേരിട്ട് പങ്കെടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന ചോദ്യമാണ് സ്മൃതി ചോദിച്ചത്. അത് പാർട്ടി സംസ്ഥാന കമ്മിറ്റി വളരെ കൃത്യമായി നാളെ നിങ്ങളോട് വിശദീകരിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്നാൽ ഇത്തരം സമരങ്ങൾ, ഈ സർക്കാരിനെതിരെയുള്ള വിവിധ മേഖലയിൽ നിന്ന് ഉയർന്നു വരുന്ന ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ, പ്രതിഷേധങ്ങൾ, അത് തീർത്തും അഭിനന്ദനാർഹവും. അല്ലെങ്കിൽ സമൂഹത്തിന് വിവിധ മേഖലയിൽ നിന്ന് ഉയർന്നു വരുന്ന ഇത്തരം പ്രതിഷേധങ്ങൾ വിജയകരമായി പൂർത്തീകരിക്കണം എന്ന് വ്യക്തിപരമായി പ്രതിപക്ഷം എന്ന രീതിയിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കാരണം ഈ സർക്കാർ കഴിഞ്ഞ കുറേ നാളുകളായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കഴിഞ്ഞ 9 വർഷത്തോളമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെതിരെ ഈ സർക്കാരിൻ്റെ വിവിധ നിലപാടുകൾക്കെതിരെ വിവിധ ഘട്ടങ്ങളിൽ വിവിധ മേഖലയിൽ നിന്ന് വിവിധ ആളുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ അൻവർ വന്നത് ഒരുപക്ഷെ അൻവർ CPM വിട്ടുപോകുന്നതിൻ്റെ പേരിൽ സവിശേഷമായ സാഹചര്യമായി നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ അതല്ലാതെ തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന രീതിയിൽ UDF-നെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്കിടയിൽ അതിവൈകാരികമായ ഈ സർക്കാർ വിരുദ്ധ സമീപനങ്ങളുണ്ട്, നിലപാടുകളുണ്ട്. അത് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിന് മുഴുവൻ ഏകോപിപ്പിക്കുന്ന രാഷ്ട്രീയമായ ഒരു ഉത്തരവാദിത്തമാണ് ഐക്യ ജനാധിപത്യ മുന്നണി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്, നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവിടെ പി വി അൻവറുമായി ബന്ധപ്പെട്ട് ഇന്ന് കോൺഗ്രസിൻ്റെ നിലപാട് കോൺഗ്രസ് പറഞ്ഞു. UDF-നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരൊറ്റ നിലപാടേ ഉള്ളൂ. അത് കോൺഗ്രസ് നിലപാട് കോൺഗ്രസ് പ്രഖ്യാപിച്ചു. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗിൻ്റെ നിലപാട് സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ വളരെ കൃത്യമായി നിങ്ങൾ അറിയിക്കും. പക്ഷേ ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരിൽ പങ്കെടുക്കുന്ന രൂപത്തിലേക്ക് നിങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്ന പോസ്റ്ററുകളും വാർത്തകളും അത് പാർട്ടി ഓൺ ചെയ്യാത്ത കാലത്തോളം, പാർട്ടി അത് അംഗീകരിക്കാത്ത കാലത്തോളം എന്നതാണ് മാധ്യമങ്ങൾ നീതി. പി വി അൻവർ ഒട്ടിച്ചിരിക്കുന്ന പോസ്റ്ററാണ്, മാധ്യമങ്ങളല്ല. പി വി അൻവർ നല്ല ഉറപ്പോടുകൂടി ഈ നേതാക്കളുമായൊക്കെ ചർച്ച നടത്തിയ ശേഷം ഇതാ പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞ പോസ്റ്റർ ഇടുമ്പോൾ സ്വാഭാവികമായത് ചോദ്യമായിട്ട് നിങ്ങളോട് വരുമല്ലോ, പങ്കെടുക്കുമോ ഇല്ലയോ? നിങ്ങളുടെ ചോദ്യത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറയുന്നത്, പി വി അൻവർ അങ്ങനെ ഒരു പോസ്റ്റർ ഇട്ട് വന്നതിൻ്റെ പേരിൽ പങ്കെടുക്കേണ്ട ബാധ്യത ഞങ്ങൾക്കില്ല. ആ പങ്കെടുക്കുമെന്ന് പറയുന്ന നേതാക്കന്മാർ വ്യക്തിപരമായി അങ്ങനെ ഡേറ്റ് കൊടുക്കുന്നവരുമല്ല. സ്വാഭാവികമായി ഇതിൻ്റെ പാർട്ടി നിലപാട് വരേണ്ടതുണ്ട്. അത് വരും ദിവസങ്ങൾ പാർട്ടി കൃത്യമായി നിങ്ങൾ അറിയിക്കും. ശരി, അതിൽ കുറച്ചുകൂടി നവാസ് വ്യക്തത വരുത്തേണ്ടതുണ്ട്. കാരണം അത് ആ പരിപാടി ഇന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ പോസ്റ്റർ പതിച്ചു കഴിഞ്ഞു, നേതാക്കളുമായി സംസാരിച്ചു കഴിഞ്ഞു, ഇന്നു മുതൽ തുടങ്ങുന്നു. അപ്പോൾ യാത്രയിൽ ചർച്ച നടത്താതെ നേതാക്കളുടെ പടം എങ്ങനെ വലിപ്പത്തിൽ ഇടുമോ? ഇട്ടിയുടെ പടമൊക്കെ അത്രയും ഗംഭീരമായിട്ട് വലുതായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആ നേതാവിന്റെ ചിത്രമാണ് പ്രധാനമായും കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ സംസാരിക്കാതെ അങ്ങനെ കൊടുക്കാനുള്ള ധൈര്യം കാണിക്കുന്നുണ്ട്. അങ്ങനെ ചിത്രം വന്നു അല്ല, ഞാനതാണ് പറഞ്ഞത്. സ്വാഭാവികമായി അങ്ങനെ ചിത്രം വന്നത് എന്തുകൊണ്ട് എന്ന് വിശദീകരിക്കപ്പെടുന്നത് നാളെ സ്വാഭാവികമായി പാർട്ടി നേതാക്കന്മാർ നിങ്ങൾ വിശദീകരിക്കും. അതിൽ ഞാൻ പ്രതിപക്ഷ സ്വരമുള്ള ഒരു സമരം എന്ന രീതിയിൽ അതിന് മറ്റേതെങ്കിലും രൂപത്തിലേക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടാണോ അദ്ദേഹത്തിന് തീയതി വാങ്ങിച്ചത് എന്നുൾപ്പെടെ ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെടേണ്ടതുണ്ട്. നിലവിൽ എന്തായാലും ആ പരിപാടിയിൽ ഞങ്ങൾ പങ്കെടുത്തിട്ടില്ല. ശരി, നിലവിൽ പങ്കെടുത്തിട്ടില്ല.